കൻസാണ്. മൂന്നാമത്തെ വിഷയം, അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് ബിൻ മാലിക്കിൽ നിന്ന് നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല അലയ്യ സ്വലാത്തൻ വാഹിദതൻ, ഒരാൾ എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞാൽ, സല്ലല്ലാഹു അലൈഹി അശ്റ സലവാത്ത്, അള്ളാഹു അവന് 10 ഗുണങ്ങൾ നൽകും. സല്ലല്ലാഹു അലൈഹി അശ്റ സലവാത്ത്, 10 ഗുണങ്ങൾ. തീർന്നില്ല. വഹുത്തത് അൻഹു അശ്റു ഖതീആത്ത്, അവനിൽ നിന്ന് 10 പാപങ്ങൾ അവൻ മായ്ച്ചു കളയും. 10 ഗുണം കിട്ടും, അല്ലാഹു തരും. 10 തെറ്റ് മായ്ച്ചു കളയും. തീർന്നില്ല. വറുഫിഅത് ലഹു അശ്റു ദറജാത്ത്, 10 ഗ്രേഡുകൾ, പദവികൾ അവന് വേണ്ടി ഉയർത്തപ്പെടും. എന്താ രസം നോക്കി നിങ്ങൾ. ഒരു സ്വലാത്ത് കൊണ്ട് എന്ത് കിട്ടും എന്നാ പറഞ്ഞത്? ഒന്ന്, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള 10 ഗുണം. 2, 10 തെറ്റുകൾ മായ്ച്ചു കളയും. 3, 10 ഗ്രേഡുകൾ അവൻ ഉയർത്തപ്പെടും. ഒരു ഗ്രേഡൊന്നുമല്ല, 10 ഗ്രേഡുകൾ. എന്താ വേണ്ടത്? സ്വലാത്ത് വേണം. എന്താ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ? സലാത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമി സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. 5 രൂപങ്ങളിൽ ഈ സ്വലാത്ത് വന്നിട്ടുണ്ട്. 5 രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. രണ്ടായല്ലോ. മൂന്നാമത്തെ രൂപം നമ്മൾ ഒന്നാമത് ചൊല്ലിയത് തന്നെ, അതിന്റെ അവസാനം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. മദ്രസനൊക്കെ നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അസ്വാജിഹി വഅലാ ദുർരിയാതിഹി എന്ന് തുടങ്ങുന്ന ഒരു സ്വലാത്തുണ്ട്. ഇങ്ങനെയുള്ള 5 സ്വലാത്തുകളാണ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ഇതാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ. മനുഷ്യന്മാരുണ്ടാക്കിയ ഒരുപാട് സ്വലാത്തുണ്ട്, അതൊന്നും സ്വലാത്തല്ല. മനുഷ്യന്മാരുണ്ടാക്കിയ ഒരുപാടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഏറെ ജനങ്ങൾ ഈ എന്താ പറയുക, ഏടൊക്കെ ആയിട്ട് നടന്നു ചെല്ലുന്ന ഒരു സ്വലാത്തുണ്ട്, സ്വലാത്തു നാരിയ, നാരിയത്ത് സ്വലാത്ത്. നാരിയത്ത് സ്വലാത്ത് അത് ഇസ്ലാമിന്റെ സ്വലാത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു ഖുർആനിൽ നിർദ്ദേശമാണല്ലോ സ്വലാത്ത് ചെല്ലാൻ. യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ആ ആയത്തിറങ്ങിയ സമയത്ത് സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് സലാം ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, സലാം അലൈക്കും പഠിച്ചിട്ടുണ്ട്, എന്നാൽ ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? അപ്പൊ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് ഈ സ്വലാത്ത്. അപ്പൊ നമ്മൾ ചൊല്ലേണ്ട സ്വലാത്ത് ഇതായിരിക്കണം. മറ്റേ ഒരു സ്വലാത്തും നമുക്ക് വേണ്ട. ഏത് ഏടിലുള്ളതായാലും ഏത് കിതാബിലുള്ളതായാലും നമുക്ക് വേണ്ട. നമ്മുടെ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്തായിരിക്കണം. അത് ആ സ്വലാത്തിനാണ് ഈ ഗുണമുള്ളത്. ആ സ്വലാത്തിനാണ് ഈ ഗുണമുള്ളത്. എന്താണ് അതിന് കിട്ടുന്ന ഗുണം? 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തേത്, അള്ളാഹു 10 ഗുണം ചെയ്യും. ഒന്നിന് 10 അള്ളാന്റെ കണക്ക് അങ്ങനെയാണ്. 1:10. അള്ളാഹ് അങ്ങനെയാണ്, എല്ലാത്തിനും 10 കൊടുക്കുക. 10 ഗുണം. വല്ലാത്തൊരു സംഭവം. നമ്മൾ ഒരു സലാത്ത് നമുക്ക് എത്ര വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും നബിയുടെ ചര്യയിൽപ്പെട്ടതായിരുന്നു രാവിലെയും വൈകുന്നേരവും വിക്റിന്റെ കൂടെ 10 സലാത്തുകൾ. അത് നമ്മൾ ശീലിക്കണം. അത് വലിയൊരു സമയമൊന്നും വേണ്ട. അത് നിങ്ങൾ ഇരുന്നൊന്നും ചെല്ലണ്ട. അങ്ങനെ വിചാരിക്കണ്ട, അതിനിപ്പോ കുറെ ഇരിക്കണ്ടേ, അതിന് ഒതു കൊടുക്കണ്ടേ, അതിന് പ്രത്യേക ഒരു നെയ്യ്, ഇതൊന്നുമില്ല. എങ്ങനെയാണോ അങ്ങനെ, ബസ്സിലാണോ അങ്ങനെ, കാറിലാണോ അങ്ങനെ, നടക്കുകയാണോ അങ്ങനെ, കച്ചവടം ചെയ്യാണോ അങ്ങനെ, എന്താട്ടെ. അപ്പൊ നമ്മളെ സമയം നമ്മൾ ആലോചിച്ചു, ഒരുപാട് സമയം നമ്മളൊക്കെ ഈ എക്സസൈസിനും വ്യായാമത്തിനും ഒക്കെ ചെലവഴിക്കുന്നുണ്ട്. ആ സമയം നമുക്ക് ഇതിന് ഉപയോഗിക്കാം. എത്ര വലിയ ഗുണ കിട്ടുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നമുക്കറിയുന്നതാണ്, നമ്മൾ ചെല്ലണം. നമുക്കതുകൊണ്ടുള്ള ഗുണം 10 ഗുണം അള്ളാഹു നൽകും. 10 തെറ്റുകൾ മായ്ച്ചു കളയും. പിന്നെ മൂന്നാമത് പറഞ്ഞാണ് ഭയങ്കര രസം, 10 ഗ്രേഡ് അള്ളാഹു ഉയർത്തും. ഒരു ഗ്രേഡ് ഇങ്ങനെ ഓരോന്നാ ഉയരല് സാധാരണ എല്ലായിടത്തും. ഇത് അള്ളാഹു 10 ഉയർത്താൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ഗ്രേഡുകൾ ഉയർത്തപ്പെടാവുന്ന സമയം നമുക്ക് കഴിഞ്ഞുപോയി നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പോഴേ യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്നവരായി മാറാൻ കഴിയുകയുള്ളൂ.